ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കണത്. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് നന്നായിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് പിച്ചി ഇട്ട് കൊടുത്തു. കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി വട്ടത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മുരിങ്ങയിലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് രാവിലെ മുതലുള്ള വിശേഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ഈ കറിയുടെ റെസിപ്പിയും ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇടണതാട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റിലല്ലേ മുരിങ്ങയില കഴിക്കണം. അപ്പോൾ ഒരു വ്യത്യസ്തതയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതിനി ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് തേങ്ങയും ജീരകമാണ്. പിന്നെ ഇത് 2 സ്പൂണ്, നമ്മൾ ചോറ് വയ്ക്കണ ഏതരി ആയാലും 2 സ്പൂൺ അരി. അത് ആദ്യമേ തന്നെ നമ്മൾ ഈ മുരിങ്ങയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പോണതിന് മുമ്പ് തന്നെ ഇത് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കണമായിരുന്നു കേട്ടോ. ഞാനത് വയ്ക്കാൻ മറന്നുപോയായിരുന്നു. എന്നാലും അത്യാവശ്യം കുതിർന്ന് കിട്ടി. നന്നായിട്ട് മഷി പോലെ അരഞ്ഞിട്ടണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മളത് കുതിർത്താൻ വയ്ക്കണം. അപ്പോൾ അത് 3 കൂട്ടി അരച്ച് വന്നിട്ടുണ്ട്, ജീരകവും തേങ്ങയും അരിയും. എന്നിട്ട് നമ്മൾ ഈ മുരിങ്ങയില നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതിങ്ങനെ ഒരു ചാറ് കറിയൊന്നുമല്ല, ഒരു അവിയലിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം ആ ഒരു പാകത്തിന്. പിന്നെ ഇങ്ങനത്തെ കൽച്ചട്ടി മൺചട്ടിയൊക്കെ ആകുമ്പോൾ അതിൽ ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകിപ്പോയി. ഇപ്പോൾ നമ്മളിത് ഒഴിച്ചേക്കണത് നമ്മൾ എടുക്കാൻ സമയമാകുമ്പോഴത്തേനും ഇത് കുറുകി പോയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി കണക്കാക്കി ചെറിയൊരു ലൂസിന് കുറച്ച് വെള്ളം മതി. എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ അരപ്പും കൂടി നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. പിന്നെ ഇതിലേക്ക് ഇനി കടുക് നമ്മൾ ആദ്യമേ തന്നെ വറുത്തിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഇത് വറവൊന്നും ആക്കണ്ട. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ഒരു കാണാനൊരു ലുക്കില്ലല്ലോ എന്ന്. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഒരു വറുത്തതും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇത് വൈകുന്നേരം ഞാൻ സ്നാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോറാണ്. ആ ചോറ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ 1 കപ്പ് ചോറ് എടുത്തപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും ഒരു നുള്ള് ഉപ്പും പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ ഏലക്കയുടെ, എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഏലക്കയുടെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ബൗളിൽ മിക്സ് ചെയ്യാൻ നേരത്ത് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ തന്നെ പോയി അരയ്ക്കരുത്. അരച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും, അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് മിക്സാക്കി നോക്കാം നമുക്ക്. അപ്പോൾ അരയാൻ പാകത്തിന് വെള്ളം ഉണ്ടോ ഇല്ലെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. എന്നിട്ട് വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മിക്സിയുടെ ബൗള് നിറഞ്ഞിരിക്കണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാട്ടോ അത് അരച്ചെടുത്തത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചൊഴിച്ചിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടി അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളങ്ങനെ കറുത്ത പോലെ തോന്നണത്. പിന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ 1 കപ്പ് ശർക്കരയുടെ പൊടി എടുത്തിട്ട് അത് വെള്ളമൊഴിച്ച് ഉരുക്കാൻ വെച്ചതാണ്. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി ചൂടാറാനായിട്ട് നിൽക്കണ്ട, ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ മധുരം അധികമാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ. ഇപ്പം ഞാനത് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കുറേ ചുമന്നുള്ളിയും കൂടി നമുക്ക് വറുത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇങ്ങനെ എടുക്കാതെ ഇരുന്നിട്ട് അത് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലാണ് അതങ്ങനെ സ്മൂത്തായി നോൺ സ്റ്റിക്ക് പോലെയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇനി ഇത് എന്തെടുത്താലും ഇതെടുത്തിട്ട് ഉപയോഗിക്കണം. നമ്മൾ എണ്ണ പപ്പടം വറുക്കുക അങ്ങനത്തെ കൂടുതൽ എണ്ണ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മയങ്ങി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ എടുക്കാതെ ഇരുന്നിരുന്നു. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഇത് മയക്കണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി.
അന്ന് എടുത്ത് വെച്ചേക്കണ കേട്ടോ ഇത്. പിന്നെ ഞാനിത് എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ബോധം വീണത്. അപ്പോൾ ഞാനത് കയറ്റി വെച്ചതാണ്. ഏത് ചട്ടിയിലിട്ട് വറുത്തെടുത്താലും മതി. പിന്നെ ഞാൻ ആ വറുത്തതൊക്കെ ഇട്ട് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഒരു കറുത്ത നിറം കൂടുതലായിരിക്കും കേട്ടോ. അത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാനത് നമ്മുടെ വെള്ളയപ്പം ചുടുന്ന അപ്പച്ചട്ടി ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ, അതിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചട്ടി ഒന്ന് മയങ്ങിക്കോട്ടെ വിചാരിച്ച് 2 എണ്ണം ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുത്തത്. പിന്നെ ഞാൻ ബാക്കി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും ചുട്ടു. അങ്ങനെ രണ്ടിലും മാറി മാറി ഞാൻ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാട്ടോ. ഇതൊരു കലത്തപ്പത്തിൻ്റെ മോഡലാണ്, ഒരു കുഞ്ഞി കലത്തപ്പമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പീസ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.